നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പത്ര ഏജന്റുമാർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ. പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം. അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് കുളപ്പുളിയിൽ. സർക്കാർ അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. ഒക്ടോബർ 7 നിയമസഭാ മാർച്ച്. അവഗണന തുടർന്നാൽ നവംബർ 1 മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. അഹിംസയുടെ മന്ത്രധ്വനികളുമായി ഗാന്ധി ജയന്തി. നാടെങ്ങും ആഘോഷ പരിപാടികൾ. നവരാത്രി ആഘോഷത്തിന് വിദ്യാരംഭ ചടങ്ങുകളുടെ സമാപനം. വിവിധ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പത്ര ഏജന്റുമാർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്നും പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ. കുളപ്പുളിയിൽ സംഘടിപ്പിച്ച അസോസിയേഷന്റെ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് PK സത്താര ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK സത്താർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ കൗൺസിൽ അംഗം CP അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ചേക്ക് കരിപ്പൂർ, ട്രഷറർ അജീഷ് കുറ്റ്യാടി, സലീം രണ്ടത്താണി, അനീഫ പാലക്കാട്, AP ഉണ്ണികൃഷ്ണൻ, ബാബു വർഗീസ്, രജി നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ അതിന് എല്ലാ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ നമ്മളത് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ വൈറ്റ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊല്യൂഷൻ്റെ അതിൻ്റെ ആവശ്യമില്ല, ഒരു ഡിക്ലറേഷൻ മാത്രമേ വേണ്ടുള്ളൂ. നമ്മൾ പൈസ അടച്ചിട്ട് അവരുടെ ഇതിൻ്റെ ഓരോന്നിനും ഇതിനൊക്കെ ലൈസൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈസൻസ് ഫീ അടയ്ക്കണം. അപ്പോൾ അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വൈറ്റ് കാറ്റഗറിക്ക് നമ്മൾ ലൈസൻസിന് ഫീസിൻ്റെ ആവശ്യമില്ല, ഒരു ഡിക്ലറേഷൻ മാത്രമേ വേണ്ടുള്ളൂ. ഇതെല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാ സേവനങ്ങളും നമുക്കിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള ഒരു കാര്യമില്ല. പഞ്ചായത്ത് പോയാലും ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം എഴുതി കൊടുക്കുകയല്ല, നമ്മൾ നേരിട്ട് ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ പഞ്ചായത്തിൻ്റെ കെട്ടിട നികുതി അടയ്ക്കാനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് തന്നെ പോകണമെന്നില്ല. നമ്മൾ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ തന്നെ ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പത്ര ഏജന്റുമാർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക, പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക, തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റേഷൻ വ്യാപാരികളുടെ സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. അവഗണനയ്ക്കെതിരെ ഒക്ടോബർ 7 അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് നടത്തുമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് VP രഘുനാഥ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണന തുടരുകയാണെങ്കിൽ വ്യാപാരികളുടെ അതൃപ്തി വ്യക്തമാക്കി നവംബർ 1 മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും രഘുനാഥ് വ്യക്തമാക്കി. ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉത്സവകാല ആനുകൂല്യങ്ങളും ഇന്നും റേഷൻ വ്യാപാരികൾക്ക് അന്യമാണ്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും ഉണ്ടായില്ല. നിരന്തരം അധികാരിവർഗം റേഷൻ വ്യാപാരികളോട് അവഗണനയാണ് വെച്ചു പുലർത്തുന്നത്. സർക്കാരിന് പുറമെ ഉദ്യോഗസ്ഥ തലത്തിലും റേഷൻ വ്യാപാരികൾ പീഡിപ്പിക്കപ്പെടുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കുടുംബങ്ങൾ കേരളത്തിൽ ഈ റേഷനുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ഞങ്ങൾ അതിനെ സഹായം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. കഴിഞ്ഞ ഭരണകാലത്ത് എല്ലാ ഈ ആശാവർക്കർ, അയ്യങ്കാളി, തൊഴിലുറപ്പ്, മറ്റ് എല്ലാ മേഖലയ്ക്കും ഉത്സവത്തെയായി വാരിക്കോരി കൊടുത്തിട്ടും റേഷൻ മേഖലയെ അവഗണിക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ നയം തുടർന്നു പോയാൽ ഞങ്ങൾ നവംബർ മാസം മുതൽ കടയടപ്പ് ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് 7-ാം തീയതി ഈ ഒക്ടോബർ 7 നിയമസഭാ മാർച്ച് സംസ്ഥാനമൊട്ടുക്ക് റേഷൻ വ്യാപാരികൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ജില്ലാതലങ്ങളിൽ ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ആനുകൂല്യം ഇതുവരെ പാക്കേജ് 2018 ശേഷം 7 വർഷമായി ഞങ്ങളുടെ പാക്കേജ് ഇതുവരെ ഒരു നടപടി മുന്നോട്ട് പോകാതെ ഒരു കമ്മിറ്റിയുടെ അടക്കം വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ഇതുപോലെ നടപ്പിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് ഇവിടെ ഭരണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ മേഖലയെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അത്ര നല്ലതല്ല. എന്തായാലും ഞങ്ങൾ ഈ സർക്കാരിനെ എതിരെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും തുടക്കക്കാരനായിട്ടാണ് 7-ാം തീയതി ഞങ്ങൾ നിയമസഭാ മാർച്ച് വെച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി A കൃഷ്ണൻ, ട്രഷറർ PA സേതുരാജ്, MH അബ്ദുൽ നസീർ, KM അബ്ദുൽ സത്താർ, H റാഫി എന്നിവരും പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിജയദശമിയോടനുബന്ധിച്ച് മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ പുസ്തക വാഹന പൂജ, വിശേഷാൽ പൂജകൾ, വിദ്യാരംഭ ചടങ്ങ് എന്നിവ നടന്നു. എഴുത്തുകാരൻ വിനോദ് മങ്കര, ടി.പി. ചന്ദ്രമോഹൻ എന്നിവർ ആദ്യാക്ഷരത്തിന് നേതൃത്വം നൽകി. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. രാവിലെ പുസ്തക പൂജ, വാഹന പൂജ, നവരാത്രി പൂജ എന്നിവ നടന്നു. മേൽശാന്തി ലക്ഷ്മി പ്രസാദ് ശുക്ല നേതൃത്വം നൽകി. സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ വിനോദ് മങ്കര, ടി.പി. ചന്ദ്രമോഹൻ എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാ കലകളുടെയും, എല്ലാ സാഹിത്യത്തിൻ്റെയും, എല്ലാ ശാസ്ത്രങ്ങളുടെയും, എല്ലാ സംഗീതത്തിൻ്റെയും ആരംഭം കുറിക്കലാണ്. ഞാനിന്ന് തുടക്കം കുറിച്ച ഈ കൊച്ചുമോൾക്ക് സകലവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടൊപ്പം തന്നെ സകല കലകളും, സകല സംഗീതവും, സകല ശാസ്ത്രങ്ങളും, സകല സാഹിത്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 25-ലേറെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണയം ശിവക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോടെ വിജയദശമി ആഘോഷിച്ചു. ഗണപതി ഹോമം, സരസ്വതി പൂജ, വിദ്യാരംഭം, വാഹനപൂജ എന്നിവ ഉണ്ടായിരുന്നു. മേൽശാന്തി കോമത്തില്ലത്ത് കേശവ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തോട്ടാഴി ശ്രീലത ടീച്ചർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് എ. രാഘവൻ നായർ, സെക്രട്ടറി ഹരി ചാങ്കത്ത്, ഓഡിറ്റർ എ. ശ്രീനാരായണൻ, ട്രഷറർ പി. രാവുണ്ണി, പി. ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വിജയദശമി ദിനത്തിൽ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലും വിദ്യാരംഭ ചടങ്ങ്, വാഹനപൂജ എന്നിവ നടന്നു. നിരവധി കുരുന്നുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു. ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ഒന്നും ചെയ്യില്ല. ചന്ദനം ഒരു പൂവ ചൂടിക്കോളൂ. പൂ ചൂടു. തലയിൽ തലയിലേക്ക്. അത്രേ ഉള്ളൂ. ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യില്ല ഞാൻ. പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ രാവിലെ മുതൽ വിശേഷാൽ പൂജകളും വാഹനപൂജയും ആരംഭിച്ചു. ആയുധപൂജ, എഴുത്തിനിരുത്തൽ എന്നീ ചടങ്ങുകളും നടന്നു. പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം നൽകി. ദേവി മഹാത്മ്യം വായന KLM സരസ്വതിയുടെ നേതൃത്വത്തിലും നടന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തർക്കും അന്നദാനവും നൽകിയിരുന്നു. ക്ഷേത്ര ട്രസ്റ്റി പ്രസിഡന്റ് രാമു ചാത്തനാത്ത്, മാനേജർ MA രാജു, സുരേഷ് ബാബു എന്നിവരും സന്നിഹിതരായിരുന്നു. ശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 22-ാം തീയതി മുതൽ 2-ാം തീയതി വരെയുള്ള 10 ദിവസം വ്യത്യസ്തമായ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ രീതിയിലുള്ള പൂജകൾ നമ്മുടെ പങ്ങാവ് ശിവക്ഷേത്രത്തിൽ പങ്ങാവ് ശിവക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൃത്യമായി നടന്നു വരികയാണ്. അവിടെ എല്ലാ വർഷവും നമ്മൾ ബൊമ്മക്കൊലു പ്രദർശനം നടത്താറുണ്ട്. ബൊമ്മക്കൊലു പ്രദർശനം നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുസ്തക പൂജ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തക പൂജ 100-ൽ പരം കുട്ടികൾ പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരുടെ തറവാട്ട് വീടായ കോട്ടായിലെ ചെമ്പൈ ഗ്രാമത്തിൽ വിജയദശമി ദിനത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തിയിരുന്നു. ചെമ്പൈ വിദ്യാപീഠം ചെയർമാൻ സുരേഷ് വിദ്യാരംഭ ചടങ്ങിന് നേതൃത്വം നൽകി. കർണാടക സംഗീതകുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തറവാട് വീടായ ചെമ്പൈ ഗ്രാമത്തിൽ വിജയദശമി വിദ്യാരംഭ ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകളാണ് എത്തിയത്. ചെമ്പൈ വിദ്യാപീഠം ചെയർമാൻ ചെമ്പൈ സുരേഷ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കിഴത്തൂർ മുരുകൻ നേതൃത്വം നൽകി. തുടർന്ന് ചെമ്പൈ വിദ്യാപീഠത്തിൻ്റെ സംഗീത പഠനത്തിൻ്റെ പുതിയ ബാച്ചിന് തുടക്കം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായ്. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം, വാഹനപൂജ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. മേൽശാന്തി തൊടിച്ചിൽ മഠത്തിൽ സുരേന്ദ്ര ഇമ്രാന്തിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഗണപതി ഹോമം, സരസ്വതി പൂജ, വാഹനപൂജ, മറ്റു വിശേഷാൽ പൂജകൾ നടന്നു. മേൽശാന്തി തൊടിച്ചിൽ മഠത്തിൽ സുരേന്ദ്ര ഇമ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് പരമേശ്വരൻ മാസ്റ്റർ മുഖ്യ കാർമ്മികത്വം നൽകി. ക്ഷേത്രം സെക്രട്ടറി C. കൃഷ്ണദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ കൂരിൽ ഉണ്ണികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത്, അപ്പുനത്ത് ഗോപിനാഥൻ നായർ, ശ്യാമള, രശ്മി, സജിത
രാജി, പ്രീത, മനീഷ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ യജ്ഞവുമായി കേരള പ്രവാസി സംഘം. പാലപ്പുറം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരക്കടവ് പാലവും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ഒറ്റപ്പാലം മുൻ MLA M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി C. മുകുന്ദൻ, പ്രസിഡന്റ് AP അഷ്റഫ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. ജയകുമാർ, നന്ദിനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ വില്ലേജ് കമ്മിറ്റി നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് സാമൂഹ്യവൽക്കരണ വിഭാഗം പാലക്കാട്ടെ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഒലവക്കോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KG ജെറിൻ ആന്റണി നേതൃത്വം നൽകി. പാലക്കാട് മാട്ടുമാന്ത പൊതുശ്മശാനം, മാട്ടുമാന്ത മലമ്പുഴ റോഡ് പരിസരം എന്നിവിടങ്ങളിലാണ് വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. തൈനടിയിലിന് ഒലവക്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KG ജെറിൻ ആന്റണി, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ മോഹനചന്ദ്രൻ, VK മോഹൻദാസ്, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മങ്കരയിൽ 156 ഫലവൃക്ഷത്തൈകൾ നട്ട് ഇറാം ഹോൾഡിംഗ്സ് ഗ്രൂപ്പ്. മങ്കര പോലീസ് ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങ് CI പ്രതാപ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷംസുദ്ദീൻ മാങ്കുർശി അധ്യക്ഷത വഹിച്ചു. മങ്കര ASI ഹരിപ്രസാദ്, CPOമാരായ അഫ്സൽ, സന്ധ്യാനന്ദൻ, പ്രഭുദാസ്, പരിസ്ഥിതി പ്രവർത്തകരായ PM അപ്പുകുട്ടൻ, ജാഗ്രതാ സമിതി അംഗം ലീല ബാലകൃഷ്ണൻ, AV രവി, KK റഹ്മാൻ എന്നിവർ സംസാരിച്ചു. 156 ഫലവൃക്ഷത്തൈകളാണ് നട്ടത്. ഇറാം ഗ്രൂപ്പ് ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിൻ്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഹരിതഗ്രാമം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയദശമി ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്ര ഏജന്റുമാർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ. പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം. അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് കുളപ്പുളിയിൽ. സർക്കാർ അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. ഒക്ടോബർ 7 നിയമസഭാ മാർച്ച്. അവഗണന തുടർന്നാൽ നവംബർ 1 മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. അഹിംസയുടെ മന്ത്രധ്വനികളുമായി ഗാന്ധി ജയന്തി. നാടെങ്ങും ആഘോഷ പരിപാടികൾ. നവരാത്രി ആഘോഷത്തിന് വിദ്യാരംഭ ചടങ്ങുകളുടെ സമാപനം. വിവിധ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.